നമുക്ക് നേരിട്ട് കോരിക്കറി വെച്ചാലോ? അതിന് നമുക്ക് ആദ്യമായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. അതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് ഉലുവ ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അത് കഴിഞ്ഞ് നമുക്ക് ഇത് മൂത്ത് വരുമ്പോഴത്തേക്കിന് അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടെ ഒന്ന് വാടി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇവിടെ ഒരു 4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് നല്ലപോലെ മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്നും കൂടെ ഒന്ന് ചൂടാക്കാം. ഒന്ന് എണ്ണ തെളിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് പാകത്തിന് ഉപ്പും ഇട്ട് 2 പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളി ആവശ്യത്തിന് അതനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മഞ്ഞൾക്കുരു ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ മീനിൻ്റെ മുട്ടയും തലയും ഒക്കെ ഇടുന്നുണ്ട്. ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചിട്ടാണ് കറി വെക്കുന്നത്. ഞാൻ മുട്ട ഒരു പകുതി വേവാകുമ്പോൾ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അത് ഭയങ്കര കട്ടിയായി പോകും. ഇത് തിളച്ച് വരുമ്പോഴത്തേക്കിന് ആവശ്യത്തിനുള്ള വെള്ളമായിട്ടുണ്ടാവും. മീനിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കിന് അത് മുങ്ങിക്കിടക്കാനുള്ള വെള്ളമാവുന്നുണ്ട്. ഞാൻ ഇത് അടുപ്പത്താണ് വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഗ്യാസിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി വെള്ളം വേണം, പെട്ടെന്ന് വെള്ളം വറ്റിപ്പോയി. ഇത് അടുപ്പിലായതുകൊണ്ട് പയ്യെ തീയുള്ളൂ. അത് കഴിഞ്ഞ് നമുക്കത് നല്ലപോലെ ഒന്ന് മൂടി വെക്കണം. ഇടയ്ക്കൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കിന് ഉപ്പ് നോക്കി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഞാൻ നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിന് ഞാൻ ആ മുട്ട അതിൻ്റെ സൈഡിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പകുതി വേവാകുമ്പോഴാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഇതൊന്നും കൂടി മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് പറ്റി വരുമ്പോഴത്തേക്കിന് നമുക്കിത് വാങ്ങി വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.